നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ADGP അജിത് കുമാറിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണം പ്രഹസനം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കെ മുരളീധരൻ. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ജില്ലാതല തദ്ദേശ അദാലത്ത് നടത്തി. ഓൺലൈനായി ലഭിച്ച പരാതികൾ കൂടാതെ മന്ത്രിയെ നേരിൽ കണ്ടും പരാതി നൽകിയ ആളുകൾ. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 106 ചട്ടങ്ങളിൽ 351 ഭേദഗതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് 11 അംഗ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TN ശശി സെക്രട്ടറി. PK ശശിയുടെ വിശ്വസ്തരെയും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ഫാൻസ് കമ്മിറ്റികളുടെ ബലത്തിൽ ആർക്കും പാർട്ടിയിൽ തുടരാനാവില്ലെന്ന് ജില്ലാ സെക്രട്ടറി. കരിമ്പുഴ എളമ്പളശ്ശേരി ലഫ്റ്റനന്റ് കേണൽ IK നിരഞ്ജൻ സ്ക്വയർ നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമമെന്ന ആരോപണം. 8ാം വാർഡ് മെമ്പർ K രജിത ഏകദിന സത്യഗ്രഹം നടത്തി. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും സ്തൂപങ്ങളും പൊളിച്ചു മാറ്റുന്നതിലാണ് തർക്കം. അത്തം പിറന്നതോടെ ഓണാഘോഷങ്ങളിലേക്ക് കടന്ന് മലയാളികൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിൽ ഓണാഘോഷങ്ങളില്ല. ഓണച്ചന്തകളും വിപണികളും അടുത്ത ദിവസങ്ങളിൽ സജീവമാകും. വിശദമായ വാർത്തകളിലേക്ക്. ഇടതുപക്ഷ MLA PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ. ADGP അജിത് കുമാറിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണം പ്രഹസനമാണ്. ഒന്നുകിൽ ജുഡീഷ്യൽ അന്വേഷണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. ഇതിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നതായും കെ മുരളീധരൻ പറഞ്ഞു. മണ്ണാർക്കാട് ലീഗ് സംഘടിപ്പിച്ച CH അനുസ്മരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കാരണം ഭരിക്കുന്ന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ മാത്രമല്ല, ഏതാണ്ട് സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും അതോരോരോ ബന്ധങ്ങളും ഇന്ന് കേരളത്തിലെ സ്ഥിതിഗതികൾ വളരെ മോശമാക്കി. ഭരിക്കുന്ന സർക്കാർ എല്ലാത്തിനും കൂട്ടുനിൽക്കുക. അതായത് ഈ സർക്കാരിൻ്റെ ക്രമസമാധാന പരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട അഡീഷണൽ ഒരു അധോലോക നായകനാണെന്ന് പറയുന്നത് ഞങ്ങളല്ല, ഭരണകക്ഷിയുടെ MLA ആണ്. അറിയുക മാത്രമല്ല, അദ്ദേഹം റിട്ടേണായിട്ട് മുഖ്യമന്ത്രിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു, പാർട്ടി സെക്രട്ടറിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇങ്ങനെ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ മറ്റു പോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ അന്വേഷണം ഒരു പ്രഹസനം. ഇപ്പോൾ DGPനെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചതെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കാനുള്ള ടീമിലെ 4 ഉദ്യോഗസ്ഥന്മാർ ഈ ADGPയുടെ കീഴുദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കൽ ഈ കീഴുദ്യോഗസ്ഥന്മാരാണ്. അവരുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് എത്തിക്കുക എന്നുള്ളൊരു പോസ്റ്റ്മാൻ്റെ ജോലി മാത്രമേ DGPക്കുള്ളൂ. അതുകൊണ്ട് ഈ അന്വേഷണം പ്രഹസനമാണ്. കുറ്റം ചെയ്ത ADGPയെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം നടത്താൻ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തും. ഇതിൽ കുറഞ്ഞ യാതൊരു ഡിമാൻഡും ഞങ്ങളാക്കിയില്ല. ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നാളെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. അത് കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള സമരങ്ങളായിരിക്കും. ഒന്നുകിൽ അന്വേഷണം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുക. ഈ രണ്ടിലൊന്നല്ലാതെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കും. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട 11 അംഗ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TN ശശി സെക്രട്ടറിയായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TN ശശി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ UT രാമകൃഷ്ണൻ, KC റിയാസുദ്ദീൻ, PM ആർഷോ എന്നിവർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഷാജ്മോഹൻ, അലവി, TR സെബാസ്റ്റ്യൻ, N അജീഷ്, N മണികണ്ഠൻ, അയലക്കര മുഹമ്മദ് അലി, പങ്കജവല്ലി എന്നിവർ അംഗങ്ങളായുള്ള അഡ്ഹോക് കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. PK ശശിയുടെ വിശ്വസ്തരായ KN സുശീല, P മനോമോഹൻ ഉൾപ്പെടെ എല്ലാവരെയും ഒഴിവാക്കിയാണ് പുതിയ കമ്മിറ്റി. പഴയ കമ്മിറ്റിയിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കൂടിയായ UT രാമകൃഷ്ണനും KC റിയാസുദ്ദീനും മാത്രമാണ് അഡ്ഹോക് കമ്മിറ്റിയിൽ ഇടം പിടിച്ചത്. ഫാൻസ് കമ്മിറ്റികളുടെ ബലത്തിൽ ആർക്കും പാർട്ടിയിൽ തുടരാനാവില്ലെന്നും പാർട്ടിക്കൊപ്പം നിൽക്കാത്തവരെ തൂക്കിയെറിയുമെന്നും യോഗത്തിൽ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. നടപടികളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് 9ലേക്ക് മാറ്റി. നേതാക്കളായ KS സലീഗ, TN ശശി, S അജയ്കുമാർ തുടങ്ങിയവർ മണ്ണാർക്കാട് നടന്ന യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്ത് നടന്നു. ഓൺലൈനായി ലഭിച്ച 1354 പരാതികൾ അദാലത്തിൽ പരിഗണിച്ചു. മന്ത്രിക്ക് നേരിട്ടും ആളുകൾ പരാതി നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്ത് മലപ്പുറം മേൽമുറി മാദിൻ അക്കാദമി ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. TV ഇബ്രാഹിം MLA ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
MLA-മാരായ UL ലത്തീഫ്, കുറുക്കോളി മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, LSTD പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു, ജില്ലാ കളക്ടർ VR വിനോദ്, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, LSTD റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കാരാട്ട് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. LSTD അഡീഷണൽ ഡയറക്ടർ EK ബൽരാജ്, ചീഫ് എഞ്ചിനീയർ KG സന്ദീപ്, ചീഫ് ടൗൺ പ്ലാനർ ഷിജി ഇ ചന്ദ്രൻ തുടങ്ങിയ സംസ്ഥാനതല ഉദ്യോഗസ്ഥരും ജില്ലാ ജോയിന്റ് ഡയറക്ടർ അരുൺ ഡെങ്കൻ ഉൾപ്പെടെയുള്ള ജില്ലാതല ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുത്തു. രാവിലെ 8:30 മണിയോടെ 2 കൗണ്ടറുകളിലായി രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. അദാലത്തിൽ പരിഗണിക്കുന്നതിനായി ജില്ലയിൽ നിന്നും 1354 പരാതികൾ ഓൺലൈനായി ലഭിച്ചിരുന്നു. ഈ പരാതികൾ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ഉപജില്ലാ അദാലത്ത് സമിതികൾ പരിശോധിച്ച് പരമാവധി പരിഹരിച്ചിരുന്നു. ഇവയിൽ അദാലത്തിൽ തന്നെ സേവനം ലഭ്യമാക്കി. ഓൺലൈൻ പരാതികൾക്ക് പുറമെ മന്ത്രി MB രാജേഷ് നേരിട്ടും പരാതികൾ സ്വീകരിച്ചു. എയർപോർട്ട്, റെയിൽവേ, ഡിഫൻസ് ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ അദാലത്തിന്റെ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച ഈ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവും. എല്ലാ അദാലത്തുകളിലും നാഷണൽ ഹൈവേ ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു, സർവീസ് റോഡുകളിലേക്കുള്ള ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു. അതിൽ ആക്സസ് പെർമിഷൻ കിട്ടുക അതീവ ദുഷ്കരമാണ് എന്ന് മാത്രമല്ല, പരാതി പോലും സ്വീകരിക്കുന്നില്ല എന്നതാണ്, അല്ലെങ്കിൽ അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് വന്നത്. ചില സ്വകാര്യ ഏജൻസികളാണ് ഇതിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ചില ഏജൻസികളെ ബന്ധപ്പെട്ടാൽ മാത്രമേ കിട്ടൂ. ഒരു കാര്യം സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതിവിടെ പ്രഖ്യാപിക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ താമസാവശ്യത്തിനുള്ള വീടുകൾക്ക് ആക്സസ് പെർമിറ്റ് ആവശ്യമില്ല എന്നതാണ്. ആ ആക്സസ് പെർമിറ്റ് ഇല്ലാതെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടിയിട്ട് ആരും കാത്തുകെട്ടി കിടക്കുന്ന സ്ഥിതി ഉണ്ടാവരുത്. MLA സർവീസ് റോഡിലേക്ക്, നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ ആക്സസ് പെർമിറ്റ് ഒഴിവാക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നതിനും ഒക്യുപ്പൻസി കൊടുക്കുന്നതിനൊന്നും അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അദാലത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് മഅ്ദിൻ അക്കാദമി ക്യാമ്പസിൽ ഒരുക്കിയത്. നിലവിൽ ഓൺലൈനായി പരാതികൾ നൽകിയവർക്കും പുതുതായി പരാതി നൽകാൻ എത്തിയവർക്കും വെവ്വേറെ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ സജ്ജീകരിച്ചു. പരാതികൾ പരിശോധിച്ച് തീർപ്പാക്കുന്ന 6 ഉപജില്ലാ സമിതികൾക്കായി 6 കൗണ്ടറുകൾ പ്രവർത്തിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിലുള്ള ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ജില്ലാ, സംസ്ഥാന സമിതികൾക്കായി വേറെ കൗണ്ടറുകളും പ്രവർത്തിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൂർത്തീകരണം, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ സേവന ലൈസൻസുകൾ, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, മാലിന്യ സംസ്കരണം, പൊതുസൗകര്യങ്ങൾ, ആസ്തികളുടെ പരിപാലനം, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് ഓൺലൈനിൽ പരാതികൾ ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 4ാം നൂറുദിന കർമ്മപരിപാടിയുടെ ഭാഗമായാണ് അദാലത്ത് നടന്നത്. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലകളിലും തദ്ദേശ അദാലത്ത് നടത്തി പൊതുജനങ്ങളിൽ നിന്ന് മന്ത്രി നേരിട്ട് പരാതികൾ കേൾക്കും. കരിമ്പുഴ എലമ്പുലാശ്ശേരി ലഫ്റ്റനന്റ് കേണൽ EK നിരഞ്ജൻ സ്ക്വയർ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് 8ാം വാർഡ് മെമ്പർ K രജിത ഏകദിന സത്യാഗ്രഹം നടത്തി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും സ്തൂപങ്ങളും പൊളിച്ചുമാറ്റാത്തത് കാരണം നിരഞ്ജൻ സ്ക്വയർ നിർമ്മാണം തടസ്സപ്പെടുന്നുവെന്നാരോപിച്ചാണ് 8ാം വാർഡ് മെമ്പർ K രജിത ഏകദിന സത്യാഗ്രഹം നടത്തിയത്. സമരം DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഫണ്ട് രേഖപ്പെടുത്തുകയും സ്വീകരിക്കുകയും ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടിവിടെ സ്ക്വയർ അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മിക്ക് വേണ്ടി നിർമ്മിക്കുന്നത് ഇവിടുത്തെ സത്യത്തിൽ പഞ്ചായത്ത് ജനങ്ങളുടെ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ അഭിമാനമായി മാറാനുള്ള ഒരു സംഭവമാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം അധ്യക്ഷനായി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം PA തങ്ങൾ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു കരിയോട്, P സ്വാമിനാഥൻ, EK ജസീൽ,
UDF ഒറ്റപ്പാലം നിയോജകമണ്ഡലം കൺവീനർ ഷൗക്കത്ത്, ചെയർമാൻ പി ഗിരീശൻ, റഷീദ് ആലായൻ, ഹുസൈൻ കൊളശ്ശേരി, പി മോഹനൻ എന്നിവർ സംസാരിച്ചു. കർഷകദ്രോഹ നടപടികൾ തിരുത്തണമെന്ന് ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ. ഈ ആവശ്യമുന്നയിച്ച് സംഘടനയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് CV കുര്യാക്കോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോഴി വിൽപ്പന കേന്ദ്രങ്ങളിലെ വേസ്റ്റ് പ്ലാന്റുകളിലേക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന തീരുമാനം ദ്രോഹ നടപടിയെന്നാണ് ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷന്റെ വാദം. കോഴി വ്യാപാര കേന്ദ്രങ്ങളിലെ വേസ്റ്റ് പന്നി ഫാമുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതിയുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ മലപ്പുറം ജില്ലയിൽ സ്ഥിതി മറിച്ചാണ്. പന്നി ഫാമുകളിലേക്ക് കോഴി വേസ്റ്റ് കൊണ്ടുപോകാൻ മലപ്പുറം ജില്ലയിൽ അനുവദിക്കുന്നില്ല എന്ന് ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരായി മലപ്പുറം ജില്ലാ കളക്ടർ കൈക്കൊണ്ട തീരുമാനം തിരുത്തണമെന്ന് ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ കളക്ടറുടെ നടപടി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സംഘടനയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. LSFA സംസ്ഥാന പ്രസിഡന്റ് CV കുര്യാക്കോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു കളിക്കൽ മിസ്റ്റേക്ക് വന്നാൽ ഒപ്പിടുന്ന കടലാസിന് മുമ്പ് വായിച്ചു നോക്കാൻ 3 ഉദ്യോഗസ്ഥന്മാർ കളക്ടർക്കുണ്ട്. അവസാനം CA നോക്കി ഒപ്പിടും. ആ അപ്രൂവൽ അംഗീകരിച്ചാലാണ് ഒറിജിനൽ ഡ്രാഫ്റ്റ് വരുന്നത്. ആ ഡ്രാഫ്റ്റ് കളക്ടർ ഒപ്പിടുന്നതിന് മുമ്പ് CA പൂർണ്ണമായി വായിച്ചു മനസ്സിലാക്കിയിരിക്കും. അങ്ങനെയുള്ള അപ്രൂവൽ അംഗീകരിക്കുന്ന ഈ കടലാസ് വായിക്കുമ്പോ ഈ കടലാസിൽ ശുചിത്വമിഷൻ തയ്യാറാക്കുന്ന കടലാസ് പൂർണ്ണമായും കർഷക വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പോലും. പക്ഷേ ഞങ്ങൾക്കറിയാം ഇത് കർഷക വിരുദ്ധമാണ്. സംസ്ഥാന ഭരണകൂടം എടുത്ത വർഷങ്ങളായി നമ്മൾ നടത്തിയ സമരത്തിന്റെ ഫലമായി സംസ്ഥാന ഭരണകൂടം എടുത്ത നിലപാടുകളെ മലപ്പുറത്ത് അട്ടിമറിക്കാൻ നോക്കിയാൽ മലപ്പുറത്ത് വന്ന സമരത്തിന്റെ ഘോഷയാത്ര നടത്താൻ മടിക്കില്ല എന്ന് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വിനോദ് തിരുവാലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആൻസർ കെ ഡേവിഡ്, സംസ്ഥാന കോർഡിനേറ്റർ മജോ ഫ്രാൻസിസ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി C പ്രകാശ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സുജ നായർ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബേബി ജോസഫ്, പാലക്കാട് ജില്ലാ സെക്രട്ടറി സാബു നെന്മാറ, കോട്ടയം ജില്ലാ കോർഡിനേറ്റർ പൗലോസ് മാത്യു ജോസ് ഞാവള്ളി, സോണി വിലങ്ങാട്, PT മനോജ്, KT പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. അനീഷ് KS, നന്ദകുമാർ, സുകുമാരൻ, പ്രസാദ് KT, റോസി വരോട്, രാജേഷ് PP തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. കൈവരികളുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച പട്ടാമ്പി പാലം പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഇതോടെ നഗരത്തിലെ തിരക്കിനും ശമനമായി. ശക്തമായ മഴയെ തുടർന്ന് കുത്തൊഴുക്കിൽ പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ തകർന്ന് വലിയ ഗതാഗത പ്രതിസന്ധിയാണ് നഗരത്തിലുണ്ടായത്. 2 പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഇതുണ്ടാക്കി. തുടർന്ന് കയറും ടാർ വീപ്പയും കെട്ടി താൽക്കാലികമായി കാൽനടയാത്രയും പിന്നീട് ചെറുവാഹനങ്ങളും കടത്തിവിട്ടിരുന്നു. കൈവരികൾ പുനഃസ്ഥാപിക്കൽ നീണ്ടുപോയത് വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്കും കാരണമായി. പിന്നീട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് പാലത്തിന്റെ ഇരുവശത്തെയും കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രവൃത്തികൾ പൂർത്തിയായതോടെ പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഇതോടെ നഗരത്തിൽ അനുഭവപ്പെട്ടിരുന്ന ഗതാഗതക്കുരുക്കിനും ആശ്വാസമായി. അത്തം പിറന്നതോടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്ന മലയാളികൾ. മുറ്റത്ത് പൂക്കളമൊരുക്കി മാവേലി മന്നനെ വരവേൽക്കുന്ന ഓണക്കാലം മലയാളിക്കെന്നും മനസ്സിൽ നന്മ തുളുമ്പുന്ന ഉത്സവമാണ്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിലുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഓണം മലയാളികളുടെ മഹോത്സവം തന്നെയാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഗൃഹാതുരമായ ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണം എത്തുന്നു. അത്തം പിറന്നതോടെ മലയാളികൾ ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു. കള്ളവും ചതിയുമില്ലാതെ മാലോകരെല്ലാം സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഒരുപോലെ വാണിരുന്ന മാവേലി നാടിന്റെ മധുരസ്മരണകളാണ് ഓണം സമ്മാനിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിലുള്ള ഓണാഘോഷം ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ഓണച്ചന്തകളും വിപണികളുമെല്ലാം അടുത്ത ദിവസങ്ങളിൽ സജീവമാകും. ഗൃഹാതുരമായ ഓർമ്മകൾ ഓണത്തെയെന്നും സമ്പന്നമാക്കുന്നു.
കാലത്തിനൊത്ത മാറ്റങ്ങൾ ഓണാഘോഷങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിപ്പിക്കുന്ന ഉത്സവമാണ് ഓണം. പൂക്കളവും പൂവിളിയും ഉത്രാടപ്പാച്ചിലും ഓണക്കോടിയും തിരുവോണസദ്യയുമെല്ലാമായി സമ്പന്നമായ സംസ്കൃതിയുടെ നിറവിൽ ഓണത്തെ സമൃദ്ധമാക്കാനുള്ള ഓട്ടപ്പാച്ചിലാവും ഇനിയുള്ള 10 നാൾ. സമൃദ്ധിയുടെ നിറക്കാഴ്ചകൾ സമ്മാനിക്കുന്നതാവട്ടെ ഈ ഓണക്കാലവും. കോവിഡ് ഉയർത്തിയ വെല്ലുവിളികൾക്കൊടുവിൽ കഴിഞ്ഞ 2 വർഷവും നിയന്ത്രണങ്ങളോടെയുള്ള ഓണാഘോഷമായിരുന്നു മലയാളികൾക്ക്. ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധി നമ്മുടെ ആഘോഷങ്ങളെയും ഒത്തുചേരലുകളെയുമെല്ലാം വിലക്കിയപ്പോൾ ഓണവും നമുക്ക് നിറം മങ്ങിപ്പോയി. എന്നാൽ ഇത്തവണ വിപുലമായി തന്നെയാണ് ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെർപ്പശ്ശേരി നഗരസഭയുടെ പൂക്കൃഷി വിളവെടുപ്പ് ആഘോഷമായി. കാവുവട്ടം തെക്കുമുറി കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷി വിളവെടുപ്പ് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെർപ്പുളശ്ശേരി നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 1 ലക്ഷം രൂപ ചെലവിൽ കാവുംവട്ടം തെക്കുമുറി കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തിയത്. കൃഷിയുടെ വിളവെടുപ്പ് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ KT പ്രമീള, വാർഡ് കൗൺസിലർ ബിജീഷ് കണ്ണൻ തുടങ്ങിയവരും കുടുംബശ്രീ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മതേതരത്വത്തിൻ്റെ എക്കാലത്തെയും കാവലാളായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ശിഹാബ് തങ്ങൾ CH മുഹമ്മദ് കോയ സ്മൃതി സദസ്സ് മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അങ്ങാടിപ്പുറം തളി ശിവക്ഷേത്രത്തിന്റെ കവാടം സാമൂഹിക വിരുദ്ധർ തകർത്തപ്പോൾ ആദ്യം ഓടിയെത്തി വർഗീയ കലാപം ഒഴിവാക്കിയത് ശിഹാബ് തങ്ങളായിരുന്നു. തന്റെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തങ്ങൾ പ്രചരണത്തിനുണ്ടായിരുന്നുവെന്ന് ഇന്നും നന്ദിയോടെയാണ് ഓർക്കുന്നത്. കേരളത്തിൽ നക്സൽ പ്രസ്ഥാനത്തെ അടിച്ചമർത്തിയത് CH മുഹമ്മദ് കോയയും മുഖ്യമന്ത്രിയായ K കരുണാകരനുമാണ്. അവരില്ലായിരുന്നെങ്കിൽ കേരളം നക്സൽ പ്രസ്ഥാനത്തിന്റെ പിടിയിലാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നക്സൽ പ്രസ്ഥാനത്തിനെ അമർച്ച ചെയ്ത, ആ വാചകം തന്നെയാണ് ഏറ്റവും അമർച്ച ചെയ്ത 2 പ്രഗത്ഭരായിട്ടുള്ള ആഭ്യന്തരമന്ത്രിമാർ, ഒന്ന് CH-ഉം 2 K കരുണാകരനും. അപ്പം അങ്ങനെയുള്ള 2 മഹൽ വ്യക്തികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് ഈ 2 പേരുടെയും സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുക. ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിനെ തകർക്കാൻ നരേന്ദ്രമോദിയും ലീഗിനെ തകർക്കാൻ പിണറായിയൊക്കെ കൂടെ എത്ര അവരൊക്കെ പ്രവർത്തിച്ചാലും ഒരുപാട് ദേശീയ നേതാക്കന്മാരുടെ പിന്തുണയും അനുഗ്രഹം കിട്ടിയ ഈ 2 പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു വർഗീയ കലാപമായി മാറ്റാൻ സാധ്യതയുള്ള ആ സംഭവത്തിനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിക്കാൻ തങ്ങൾക്ക് സാധിച്ചു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിട്ടപ്പോൾ, കാരണം ലീഗിൻ്റെ സംഖ്യ ആദ്യമായിട്ട് ഒറ്റ അക്കത്തിലേക്ക് പോയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. പ്രഗത്ഭമതിയായിട്ടുള്ള ആളുകളൊക്കെ തോറ്റപ്പോഴും കുലുങ്ങാതെ തന്നെ, അതുപോലെ ലോക്സഭയിലേക്ക് മഞ്ചേരി പരാജയപ്പെട്ടു. അതോടുകൂടെ കേരളത്തിലെ പല പത്രമാധ്യമങ്ങൾ എഴുതി ലീഗിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വരെ എഴുതി. പക്ഷേ വളരെ സമയത്തോടുകൂടെ അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് പിന്നീട് തങ്ങൾ മരിച്ചതിന് ശേഷമാണ് 2011 ഇലക്ഷൻ നടന്നതെങ്കിലും ആ ഏറ്റവും തകർന്ന അടിത്തറയിൽ നിന്ന് പാർട്ടി അദ്ദേഹം കെട്ടിപ്പടുത്തതിൻ്റെ ഫലമായിട്ടാണ് 2011 ഏറ്റവും കൂടുതൽ സീറ്റുകളെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 20 സീറ്റ്, ഷംസുദ്ദീൻ ഉൾപ്പെടെ ആദ്യമായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് വന്ന തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി N ഷംസുദ്ദീൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വയനാട് സന്നദ്ധ പ്രവർത്തനം നടത്തിയ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള, മണ്ഡലം സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി, TS സലാം, സജന സത്താർ, അസീസ് ഭീമനാട്, P മുഹമ്മദ് അലി അൻസാരി, ഹുസൈൻ കളത്തിൽ,
കെ ആലിപ്പു ഹാജി എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷത്തെ ഗണേശോത്സവം അതിവിപുലമായി ആഘോഷിക്കാനൊരുങ്ങി ഒറ്റപ്പാലം താലൂക്ക് ഗണേശോത്സവ സമിതി. സെപ്റ്റംബർ 9 പൊതുസമ്മേളനവും നിമജ്ജന മഹാഘോഷയാത്രയും സംഘടിപ്പിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ വർഷങ്ങളിലെ പോലെ അതിവിപുലമായാണ് ഇത്തവണയും ഗണേശോത്സവം സംഘടിപ്പിക്കുന്നത്. ഗണേശ സേവാ സമിതി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ പരിപാടികൾ നടക്കുന്നത്. സെപ്റ്റംബർ 9 പൊതുസമ്മേളനവും നിമജ്ജന മഹാഘോഷയാത്രയും സംഘടിപ്പിക്കുന്നത്. ഗണേശോത്സവത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 1 ഏകീകരണം നാടിന്റെ നന്മയ്ക്ക്, വിഘടനം നാടിന്റെ തിന്മയ്ക്ക് എന്ന വിഷയത്തിൽ വിചാര സദസ്സും 3 ഗണേശോത്സവ വിളംബരജാഥയും സംഘടിപ്പിച്ചിരുന്നു. 7 രാവിലെ മഹാഗണേശ പൂജ നടക്കും. വൈകിട്ട് 5 പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഗണേശ വിഗ്രഹം എഴുന്നള്ളിച്ചുകൊണ്ട് താളമേളങ്ങളുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം ഉണ്ടാകും. 8 ചിനക്കത്തൂർ കാവ് സന്നിധിയിൽ വൈകിട്ട് 5 മണിക്ക് ഹിന്ദു നേതൃസമ്മേളനം നടക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരം ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന സമിതി അംഗം പത്മജ വേണുഗോപാൽ വിശിഷ്ടാതിഥിയാവും. വൈകിട്ട് 7 മലപ്പുറം തിരുനാമച്ചിന്തിന്റെ നേതൃത്വത്തിൽ ചിന്തുപാട്ട് നടക്കും. 9 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 4 ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന ഘോഷയാത്രകൾ കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാഘോഷയാത്രയായി പുറപ്പെടും. 3:30 ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ പറഞ്ഞു. 13ാമത്തെ ഗണേശോത്സവമാണ് നാം ആഘോഷിക്കാൻ പോകുന്നത്. 2012 വളരെ ചെറിയ സമയം കൊണ്ട് 21 ഗണേശ വിഗ്രഹങ്ങളുമായിട്ട് നമ്മൾ പൊതുസമ്മേളനവും മറ്റു പരിപാടികളുമായി നിമജ്ജനം ചെയ്യുകയുണ്ടായി. ഇത് ഇന്ന് ഇപ്പോൾ 100-100-ലധികം സ്ഥാനീയ സമിതികളിൽ നിന്നും 180-200ഓളം വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യാൻ ഇപ്രാവശ്യം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 2013 120 സ്ഥലങ്ങളിൽ നിന്നും 180ഓളം വിഗ്രഹങ്ങളാണ് നിമജ്ജനം ചെയ്തത്. ഇത്തവണത്തെ ഗണേശോത്സവത്തിന് മുന്നോടിയായിട്ട് 1/9/2024 വിചാര സദസ്സ് നടത്തുകയുണ്ടായി. അതിനുശേഷം വിളംബര ജാഥ 3/9 നടത്തുകയുണ്ടായി. ഇനി 7-8 പൂഴിക്കുന്നത്ത് അമ്പലത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള ഗണേശ വിഗ്രഹം എടുത്ത് താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷിണം ഉണ്ടായിരിക്കും വൈകുന്നേരത്ത്. അതിനുശേഷം 8/9/2024 ചിനക്കത്തൂർ ക്ഷേത്ര തിരുമുറ്റത്ത് സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട്. 5 മണിക്കാണത്. അതിനുശേഷം 9/9 പൊതുസമ്മേളനവും വിനായക നഗറിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി അവരുടെ ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനവും. പൊതുസമ്മേളനത്തിനു ശേഷം 5 മണിയോടെ നിമജ്ജന ഘോഷയാത്ര നടത്തി മാനൂർ കടവിലൂടെ ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങ് നടക്കും. 2 മുനിസിപ്പാലിറ്റി, 7 പഞ്ചായത്തുകളിൽ നിന്നായി 200-ലധികം വിഗ്രഹങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ അരവിന്ദൻ, സെക്രട്ടറി ടി ഗോപകുമാർ, കോർഡിനേറ്റർ KP സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു. അനധികൃത വഴിയോര കച്ചവടം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ മണ്ഡലം കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണ വ്യാപാര ഭവനിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡല സമ്മേളനം നടന്നത്. ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി M. കുഞ്ഞുമുഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിന്റെ പൊതുസഭ എന്ന് പറയുന്നതാണ് ഇത്. യൂണിറ്റിന്റെ ഭാരവാഹികൾ, അതായത് അവിടുത്തെ ഭരണസമിതിയാണ് ഇവിടുത്തെ പൊതുസഭ, ജനറൽ ബോഡി എന്ന് പറയുന്നത്. യൂണിറ്റിൽ നിന്ന് വരുന്ന PSC ആണ് മണ്ഡലത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. അതിൽ നിന്നാണ് ഇതേപോലെ യൂണിറ്റുകളുടെ വലിപ്പത്തിനനുസരിച്ച് പ്രാതിനിധ്യം ഓരോ യൂണിറ്റിനും കിട്ടുന്ന രൂപത്തിൽ ഇപ്പൊ നമ്മൾക്ക് സഹഭാരവാഹികളെ തെരഞ്ഞെടുക്കേണ്ടത്. അതാണ് ഇന്നത്തെ മുഖ്യ ഈ മണ്ഡലത്തിന്റെ പ്രവർത്തനത്തിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാംപുരം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച ജില്ലാ സെക്രട്ടറി ബെസ്റ്റ് മുസ്തഫയെ അനുസ്മരിച്ച് ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടൻ പ്രസംഗിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു, അസീസ് ഏർബാദ്, അക്രം ചൂണ്ടയിൽ, ജമീല ഇസുദ്ദീൻ, മനോജ് മേലാറ്റൂർ, സമദ് ഏലംകുളം, അഷ്റഫ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃത വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന് മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു.
നിലവിലെ ഭാരവാഹികൾ തുടരും. രാംപുരം യൂസഫാണ് പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി മനോജ് മേലാറ്റൂരിനെയും ട്രഷററായി പുലാമന്തോൾ യൂണിറ്റിലെ സമദിനെയും തിരഞ്ഞെടുത്തു. വാണിയംകുളം മാതന്നൂർ UP സ്കൂൾ, മഹാത്മാജി സ്മാരക വായനശാല, സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവർ സംയുക്തമായി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ വിരമിച്ച അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് സെപ്റ്റംബർ 7 രാവിലെ 10 മണിക്ക് സംഘടിപ്പിക്കും. അക്ഷരത്തണലിൽ ഇത്തിരി നേരം എന്ന പേരിൽ മാതന്നൂർ UP സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 11, 12, 13 വാർഡിലെ റിട്ടയർഡായ 30ഓളം അധ്യാപകരെയാണ് അക്ഷരത്തണലിൽ ഇത്തിരി നേരം എന്ന പേരിൽ ആദരിക്കുന്നത്. മാതന്നൂർ UP സ്കൂൾ, മഹാത്മജി സ്മാരക വായനശാല, സ്നേഹദീപം ചാരിറ്റബിൾ എന്നിവർ സംയുക്തമായാണ് ആദരം സംഘടിപ്പിക്കുന്നത്. മാതന്നൂർ UP സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാതന്നൂർ AUP സ്കൂളിൽ പഠിച്ച് അധ്യാപകരായവർ, UP സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ, വിവാഹിതരായി മാതന്നൂർ എത്തിയ അധ്യാപകർ, മറ്റു വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച അധ്യാപകർ തുടങ്ങിയവരെയാണ് ആദരിക്കുന്നത്. എല്ലാവർക്കും ഒത്തുകൂടി പഴയ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. KSDA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് കതിരേഷ് മാതന്നൂർ പറഞ്ഞു. അതായത് മാതന്നൂർ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 11, 12, 13 വാർഡിൽ റിട്ടയർഡായ അധ്യാപകരെയും മറ്റുള്ളവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അതായത് മാതന്നൂർ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ച് അവിടെ തന്നെ അധ്യാപകരായവർ, പഠിച്ച് മറ്റു സ്കൂളുകളിൽ അധ്യാപകരായവർ, അവിടേക്ക് വിവാഹം കഴിച്ചു വന്ന ടീച്ചർമാരും അധ്യാപകരെയും എല്ലാം ഓർത്തിണക്കിക്കൊണ്ട് റിട്ടയർഡ് ജീവിതം മരുന്നിലും മറ്റുള്ള കാര്യങ്ങളിലുമായി വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന അവരെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ വിശേഷങ്ങളും പഴയകാലത്തെ അനുഭവങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ചടങ്ങാണ് ആ അക്ഷരത്തണലിൽ ഇത്തിരി നേരം എന്ന ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നടത്തുന്നത് മാതന്നൂർ AUP സ്കൂളും മാതന്നൂർ മഹാത്മജി സ്മാരക വായനശാല, യുവജന കലാസമിതി ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മാതന്നൂരിൽ സജീവമായി നിൽക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റും കൂടെയാണ്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വായനശാല സെക്രട്ടറി M. നിഷാദ്, ജോയിന്റ് സെക്രട്ടറി MP. രാജേഷ്, UP സ്കൂൾ അധ്യാപകനായ P. മനോജ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് രാജിന് സഹായഹസ്തവുമായി സഹപാഠികൾ. അഭിനവ് രാജിൻ്റെ ചികിത്സാ സഹായത്തിനായി ജനകീയ ചായക്കട നടത്തി. സ്കൂളിന് സമീപമായിരുന്നു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചെറുകടികളും ചായയുമായി ജനകീയ ചായക്കട സജ്ജമാക്കിയത്. അഭിനവ് ട്യൂഷൻ പഠിക്കുന്ന ട്യൂഷൻ സ്റ്റഡി സെന്ററിന്റെ സഹകരണത്തോടെയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനകീയ ചായക്കട നടത്തിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും കുട്ടികളുടെ ജനകീയ ചായക്കടയിൽ എത്തിയിരുന്നു. അവര് വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഇപ്പോൾ മൗലാന ഹോസ്പിറ്റലിലാണ് ചികിത്സയിലിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ തന്നെ നല്ലൊരു തുക ചിലവായിട്ടുണ്ട് ചികിത്സയ്ക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒന്നിച്ചിറങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ മാതൃകയായിക്കൊണ്ട് തന്നെ ആ കുട്ടി പഠിക്കുന്ന ട്യൂഷൻ സെൻ്റർ, എലമെൻസ് ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു ചായ സൽക്കാരത്തോടു കൂടി ആ കുട്ടിക്ക് സഹായനിധിയിലേക്ക് ഫണ്ട്. ഇക്കഴിഞ്ഞ 22-നാണ് സ്കൂളിന് മുന്നിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അഭിനവ് രാജിനെ ബൈക്കിടിച്ച് അപകടം സംഭവിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അഭിനവ് ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അഭിനവിന്റെ ചികിത്സയ്ക്കായി ഭാരിച്ച തുക തന്നെ വേണ്ടി വരുന്നുണ്ട്. നിർധന കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ സാഹചര്യത്തിൽ വിവിധ സംഘടനകളും സ്കൂൾ അധികൃതരുമെല്ലാം സഹായം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. ചായക്കട നടത്തി കിട്ടിയ വരുമാനം മുഴുവനും അഭിനവിന്റെ ചികിത്സയ്ക്കായി നൽകുമെന്ന് സഹപാഠികൾ പറഞ്ഞു. കുട്ടിയെ നേരിട്ട് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ കടന്നതിന് ശേഷമാണ് കുട്ടിയെ ICUയിലേക്ക് മാറ്റിയത്.
ഇപ്പോൾ കുട്ടിയുടെ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കുട്ടിക്ക് ഒരു ഭീമമായ സംഖ്യ ഓപ്പറേഷനും മറ്റുമായി ചെലവ് വരുന്നുണ്ട്. ഞങ്ങളത് കുട്ടിയുടെ കുടുംബമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചപ്പോൾ കുട്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാവുകയും അതിന് ഒരു ഫസ്റ്റ് ഗഡു എന്ന രീതിയിൽ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ കുട്ടികളിൽ നിന്നും സമാഹരിച്ച ഏകദേശം നല്ലൊരു തുക കുട്ടിക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഡിസ്ചാർജ് ആവണമെങ്കിൽ കുറച്ച് കൂടുതൽ കാശ് ആവശ്യം വരികയും അത് കുടുംബക്കാരുമായി കുട്ടിയുടെ ഫാമിലിയുമായി സംസാരിച്ചപ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഞങ്ങളിവിടെ കുട്ടികളുമായി ചർച്ച ചെയ്യുകയും ഇവിടെ +1 +2 പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഇവിടെ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇന്ന് ഒരു ചായക്കട നടത്തി നോക്കാം, അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് അഭിനവിന് കൊടുക്കാം എന്ന് പറയുകയും. പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെർപ്പശ്ശേരിയിൽ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി. ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ സഹകരണത്തോടെ കച്ചേരിക്കുന്ന് മാണ്ടക്കരയിലാണ് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. ബുധനാഴ്ച നടന്ന ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ പി അബ്ദുൽ ഗഫൂർ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. ഏറ്റവും പെട്ടെന്ന് നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഇനാവുമായി അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അതോടൊപ്പം തന്നെ ഉദാരമതികളായ ഒരുപാട് ആളുകളുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ കൊണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള സന്നദ്ധ സംഘടനയുടെ മേൽനോട്ടത്തിലാണ് ഈ വീട് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. കച്ചേരിക്കുന്ന് മഹൽ സെക്രട്ടറി ഹംസ പറക്കാടൻ, പി ഹംസ, ഏരിയ വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ ഗനി, പീപ്പിൾസ് ഫൗണ്ടേഷൻ കൺവീനർ അബ്ദുൾ റഷീദ് ആറ്റാശ്ശേരി, അഷ്റഫ് മാട്ടര, ജമാഅത്തെ ഇസ്ലാമി വനിതാ ഏരിയ പ്രസിഡന്റ് സൈഫുന്നീസ തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് ബുഷേർ ഷർഗി പ്രാർത്ഥന നടത്തി. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ മണലടി പറശ്ശേരി റോഡ് പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ചാൽ പോലും വരാത്ത സ്ഥിതിയിലായി റോഡിന്റെ ശോചനീയാവസ്ഥ. നൂറുകണക്കിന് കുടുംബങ്ങളാണ് മണലടി പറശ്ശേരി റോഡിലൂടെ പ്രതിദിനം യാത്ര ചെയ്യുന്നത്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളും സ്ഥിരമായി ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട്. മണലടി മുതൽ റോഡിന്റെ അറ്റം വരെ തകർന്നാണ് കിടക്കുന്നത്. മദർസയുടെ സമീപം 100 മീറ്റർ കട്ട പതിച്ച് ഗതാഗതയോഗ്യമാക്കിയ ഭാഗം മാത്രമാണ് തകരാത്തത്. പലതവണ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതുവഴി ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ഓട്ടോറിക്ഷയാണ് നാട്ടുകാർ ആശ്രയിക്കുന്നത്. റോഡ് തകർച്ച കാരണം ഓട്ടോ വിളിച്ചാൽ വരാൻ മടിക്കുകയാണ്. സ്വന്തം വാഹനമില്ലാത്തവർ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. അടിയന്തരമായി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷങ്ങളായിട്ട് വളരെ കഷ്ടത്തിലാണ്. ഒരു രോഗിയായിട്ട് പോകാനോ മറ്റോ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനോ വളരെ കഷ്ടത്തിലാണ്. കാരണം ഓട്ടം വിളിച്ചാൽ വരാൻ ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം അവർ തരുന്ന ആ കൂലിയിൽ ഡബിൾ കൂലി എനിക്ക് വർഷാപ്പിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇഷ്ടംമാതിരി സ്കൂൾ ബസ്സുകളും ഇഷ്ടംമാതിരി ഓട്ടോകളും സ്കൂളും കേന്ദ്രീകരിച്ചും ആസ്പത്രി കേന്ദ്രീകരിച്ചും യാത്രക്കാർ കേന്ദ്രീകരിച്ചും ഓടാവുന്ന ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് പറശ്ശേരി ഏരിയ. ഒരു 1.5 കിലോമീറ്ററോളം വളരെ കഷ്ടത്തിലാണ്, വളരെ കഷ്ടമാണ്. തിരുനബി ജന്മദിന മാസത്തെ വരവേറ്റ് സുന്നി യുവജന സംഘം മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി കരിങ്കലത്താണിയിൽ സംഘടിപ്പിച്ച മിലാദ് റാലിയിൽ പങ്കെടുത്തത് നൂറുകണക്കിന് ആളുകൾ. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ റാലിക്ക് നേതൃത്വം നൽകി. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ താഴേക്കോട് പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ സംഗമസ്ഥലമായ കരിങ്കല്ലത്താണി ടൗണിൽ സമാപിച്ചു. സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 100-ലധികം പേർ റാലിയിൽ പങ്കെടുത്തു. ടൗണിൽ നടന്ന സമാപന സമ്മേളനം അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികളും പ്രഭാഷണ വേദികളുമൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ളൊരു പ്രതിജ്ഞ പുതുക്കുകയും അത് ജീവിതത്തിലുടനീളം
നിലനിർത്തുവാനുള്ള ഒരു ആത്മവിശ്വാസവും അതിനുള്ളൊരു മാനസികമായ ശക്തിയും നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രമേയ പ്രഭാഷണം നടത്തി. സാബിക്കലി ശിഹാബ് തങ്ങൾ, ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട്, BSK തങ്ങൾ എടവണ്ണപ്പാറ, KKS ബാപ്പുട്ടി തങ്ങൾ ഒതുക്കുങ്ങൽ, OMS തങ്ങൾ മേലാറ്റൂർ, ഷർഫുദ്ദീൻ തങ്ങൾ, ഹബീബുള്ള തങ്ങൾ, സെയ്തൽവിക്കോയ തങ്ങൾ, സലീം എടക്കര, AK നാസർ, AK മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. സുന്നി യുവജന സംഘം സന്നദ്ധ സേവന വിഭാഗമായ ആമില അംഗങ്ങൾ സ്ഥാനവസ്ത്രമണിഞ്ഞാണ് റാലിയുടെ ഭാഗമായത്. ചെർപ്പശ്ശേരി ഐഡിയൽ കോളേജ് NSS യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും കുടിവെള്ള പരിശോധനാ ക്യാമ്പും സെപ്റ്റംബർ 7 നടക്കും. മാരക വിപത്തുകളെ കണ്ടെത്താൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ചെറുപ്പുളശ്ശേരി ഐഡിയൽ കോളേജ് NSS യൂണിറ്റ് സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും കുടിവെള്ള പരിശോധന ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 7 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഐഡിയൽ ക്യാമ്പസിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക. മാരക വിപത്തുകളെ കണ്ടെത്താൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിക്കും. ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ഹുസൈൻ, നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷമീജ്, ചെറുപ്പുളശ്ശേരി നഗരസഭാ വാർഡ് കൗൺസിലർ സുഹറാബി തുടങ്ങിയവർ മുഖ്യാതിഥികളാവുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ 8891719496 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അവിടുത്തെ പ്രധാന കാരണം അവിടുത്തെ കുടിവെള്ളത്തിൽ ഉണ്ടാകുന്ന പകർച്ചയായിരുന്നു. അപ്പോൾ അത് ഈ വെള്ളം ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ അവർ പറഞ്ഞു കൊടുത്തുകൊണ്ട് വലിയ മാറ്റം വന്നു. അപ്പോൾ ഇതുകൊണ്ട് അവർക്ക് ഭയങ്കര ബോധവൽക്കരണമാണ് ശരിക്കും നടത്തുന്നത്. പ്രത്യേകിച്ച് കിഡ്നി രോഗം എന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വരുന്നതാണ് കൂടുതലും. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഘടകങ്ങളാണ്. അപ്പം നിർണ്ണയമാണ് ഇതിൽ ഏറ്റവും വലിയ. വന്നിട്ട് പിന്നെ പ്രതിരോധിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ വലിയ റിസൾട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ ചില ആളുകളൊക്കെ കിഡ്നിക്ക് പ്രയാസമുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോഴും ഇവിടെ ഇത്തരം ഒരു സംവിധാനങ്ങൾ ചെറുപ്പശ്ശേരി ഏരിയയിലൊന്നും ഡയാലിസിസ് സെൻ്ററുകളില്ല. അപ്പോൾ ഇവിടെ ഒരു ബോധവൽക്കരണം നടത്തിയതുകൊണ്ട് നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി, ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ K, ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് P, NSS പ്രോഗ്രാം ഓഫീസർ റഫീഖ് T എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം മണ്ടമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂളിൽ വ്യത്യസ്തമായ രീതിയിൽ അധ്യാപക ദിനാചരണം നടത്തി. വിദ്യാലയത്തിലെ മുൻ പ്രധാന അധ്യാപകരായ N. വാസുദേവൻ, P. അരവിന്ദാക്ഷൻ, PV ശശിധരൻ എന്നിവരാണ് വിദ്യാലയത്തിൽ ക്ലാസ് എടുത്തത്. അപ്പൊ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ പുസ്തകങ്ങൾ ഇറക്കില്ല. ഇതിലൊക്കെ പലതരം കുട്ടിപ്പാട്ടുകൾ വരും. അമ്പിളിമാമനെ കുറിച്ച് പാട്ടുണ്ടാവും. അമ്പിളിമാമനെ കുറിച്ച് നിങ്ങൾ നാളേക്ക് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് നാലാളുടെ പേര് മറക്കില്ല. സൗരഭ്, അനുരഞ്ജ്, അഭിമന്യു, അതുൽ. ഓരോരുത്തർ പ്രകാരങ്ങളൊക്കെ എല്ലാവരും പേര് ഓർമ്മിക്കും. നിലവിലുള്ള അധ്യാപകർ കുട്ടികളോടൊപ്പം ക്ലാസ്സിലിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപന വൃത്തിയിൽ നിന്ന് പിരിഞ്ഞുപോയ അധ്യാപകർ കുട്ടികൾക്ക് മുന്നിലെത്തിയപ്പോൾ പാട്ടും കഥകളുമായി വളരെ വേഗം കുട്ടികളോട് അടുത്തു. കുട്ടികളെക്കാൾ ക്ലാസ് ആസ്വദിച്ചത് ഞങ്ങളാണെന്ന് അധ്യാപകർ. തുടർന്ന് ഓരോ ക്ലാസ്സുകാരും അതിഥികളായ അധ്യാപകർക്ക് സ്നേഹാദരവ് നൽകിയാണ് അവരെ യാത്രയാക്കിയത്. അധ്യാപക ദിനത്തിൽ KSSPA ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിരമിച്ച അധ്യാപക ശ്രേഷ്ഠരെ വീടുകളിലെത്തി ആദരിച്ചു. അള്ളാളത്തൊടി ശങ്കരൻ നായർ, P. ലീലാവതി, C. മാധവിക്കുട്ടി, C. രാമൻ, ബാലകൃഷ്ണ വാര്യർ,
എന്നിവരെയാണ് ആദരിച്ചത്. ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, വി കെ വാസുദേവൻ, എൻ നാരായണൻകുട്ടി, വി ഉണ്ണികൃഷ്ണൻ, പി വി ശശിധരൻ, എ വിജയൻ എന്നിവർ നേതൃത്വം നൽകി. 1971 അധ്യാപികയായി ശ്രീകൃഷ്ണൻ ഹൈസ്കൂളിൽ ജോലി ആരംഭിച്ച പ്രിയപ്പെട്ട മാധവി ടീച്ചർ 2004 ആണ് ആ സ്കൂളിൽ നിന്ന് 2005-ലാണ് ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ചത്. ഒരിപ്പോഴും വളരെ സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലും KSSPയുടെ വിവിധ തലങ്ങളിലും വളരെ നല്ല ശക്തമായി മറ്റുള്ളവർക്ക് മാതൃകാപരമായി പ്രവർത്തിച്ച് കാണുന്നത് കൊണ്ടാണ് ഈ അധ്യാപക ദിനത്തിൽ തന്നെ ഞങ്ങളെത്തി അവരെ വീട്ടിലെത്തി ആദരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് റെസിഡൻസ് അസോസിയേഷനായ പ്രാൺ പ്രദേശത്തുള്ള 80 വയസ്സ് കഴിഞ്ഞ ഗുരു ശ്രേഷ്ഠരെ ആദരിച്ചു. പൂതങ്കോട് ഗവൺമെൻറ് ALP സ്കൂളിൽ നിന്നും പ്രധാനാധ്യാപകനായി വിരമിച്ച KV ബാലകൃഷ്ണൻ വാര്യർ, ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച NS ശ്രീദേവി അന്തർജനം, KC ഇന്ദിര തമ്പാട്ടി എന്നിവരെയാണ് വീട്ടിൽ പോയി ആദരിച്ചത്. പ്രസിഡന്റ് K രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV ശശിധരൻ, M ചാമി, P ഗോപാലകൃഷ്ണൻ, KN ബലരാമൻ, O മോഹൻദാസ്, ഡോക്ടർ വേണുഗോപാൽ, സതി നമ്പീശൻ, P മധു, K രമേശ് കുമാർ എന്നിവർ സംസാരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്രീമതിയെ ഞങ്ങൾക്ക് കുട്ടിക്കാലം മുതലൊക്കെ പരിചയമുണ്ട്. അവരുടെ അച്ഛനും ഗോവിന്ദവാര്യർ മാഷ് ഞങ്ങളുടെയൊക്കെ വൈദ്യനും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബപരമായിട്ട് തന്നെ വളരെയധികം അടുത്ത പരിചയമുള്ള ആളാണ്. പിന്നെ അദ്ദേഹം കോങ്ങാടിനടുത്തുള്ള കേരളശ്ശേരിയിലാണ് അധ്യാപകനായിരുന്നത്. പിന്നീട് ഇവിടെ താമസാക്കിയത് എൻ്റെ തൊട്ട അയൽവാക്കക്കാരനാണ്. ഞങ്ങളെല്ലാ കാര്യത്തിലും ഒരുമിച്ച് കൂടുന്ന ആളാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദിവസേന ഞങ്ങൾ രാവിലെ കാണും. അദ്ദേഹത്തിന് ഈ അധ്യാപക ദിനത്തിൽ എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. മാരായണീയം ശ്രുതിഷു വർണ്ണനേന ലീലാവതാരേ. കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ രീതിയിൽ അധ്യാപക ദിനം ആചരിച്ചു. സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകരായ K ഹസൻ, P ജയശ്രീ, രാധ നെടുങ്ങാടി എന്നിവരെ ആദരിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ KT അബ്ദുള്ള അധ്യക്ഷനായി. പ്രിൻസിപ്പൽ MP സാദിഖ്, അധ്യാപകരായ ഹബീബ് റഹ്മാൻ, P സുധ, ബാബു ആലായൻ, ജയശ്രീ, C സമീറ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാണിജ്യ വാർത്തകൾ. വല്ലപ്പുഴയിൽ വസ്ത്രവിസ്മയമൊരുക്കി ഷാഹിന വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂം തുറന്നു. കൂടുതൽ വിശാലതയോടെ 2 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ഷോറൂം പറപ്പൂർ CH ബാവ ഹുദവി ഉദ്ഘാടനം ചെയ്തു. മറ്റ് പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായി. വസ്ത്രവ്യാപാര രംഗത്ത് 1 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഷാഹിന വെഡിംഗ് സെന്റർ കൂടുതൽ വിശാലതയോടെ പുതുപുത്തൻ കളക്ഷനുകളുമായാണ് വല്ലപ്പുഴ വാണിയംകുളം റോഡിൽ റെയിൽവേ ഗേറ്റിനു സമീപം പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പറപ്പൂർ CH ബാവ ഹുദവി പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ മുഖ്യാതിഥിയായി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, യൂണിറ്റ് പ്രസിഡന്റ് APM മുസ്തഫ, വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ആലിക്കൽ, സെക്രട്ടറി CK ഉബൈദ് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും മറ്റ് സാമൂഹ്യ പൊതുരംഗത്തെ പ്രമുഖരും മാനേജ്മെന്റ് പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നവീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് പുതിയ സ്റ്റോക്കുകളുടെ വൻ ശേഖരവുമായി കൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ സ്ഥാപനം ഈ നാട്ടിലെ ഒരു മികച്ച സംരംഭമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ
ഏറ്റവും മികച്ച സെലക്ഷനുകൾ ലഭ്യമാകുന്ന സ്ഥാപനമായി ഷാഹിനയ്ക്ക് ഉയരാൻ കഴിയട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതൊരു വലിയ താവളമാകട്ടെ, കേന്ദ്രമാകട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ്, പാർപ്പൂർ ബാഹുദവി എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഇരുനിലകളിലായി പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് ഗുണമേന്മയും വിലക്കുറവും സമന്വയിക്കുന്ന വസ്ത്രവൈവിധ്യങ്ങളുമായാണ് ഷാഹിന വെഡ്ഡിംഗ് സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെഡ്ഡിംഗ് കളക്ഷൻ, ലേഡീസ് വെയേഴ്സ്, ജെൻസ് വെയേഴ്സ്, കിഡ്സ് വെയേഴ്സ്, ഡെയിലി വെയേഴ്സ് തുടങ്ങി ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളും ട്രഡീഷണൽ വസ്ത്രങ്ങളും നിങ്ങളുടെ ബജറ്റിനിണങ്ങിയ വിലയിൽ ഷാഹിനയിൽ നിന്നും സ്വന്തമാക്കാം. ഓണത്തോടനുബന്ധിച്ച് തിരുവോണം മെഗാ ലക്കി ഡ്രോയും ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 30 വരെ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയികളാവുന്നവർക്ക് 1ാം സമ്മാനമായി എയർ കണ്ടീഷൻ, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി മിക്സർ ഗ്രൈൻഡർ, 4ാം സമ്മാനമായി അയൺ ബോക്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് നൽകുന്നത്. ഇതുവരെ സ്ഥാപനത്തിന് നൽകിയ സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. വമ്പൻ ഓഫറുകളും 15 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി ഓണം കളറാക്കാൻ മൈജി ഫ്യൂച്ചർ പട്ടാമ്പിയിലുമെത്തി. മലയാളികളുടെ പ്രിയ താരം ഹണി റോസ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ മണിക്കൂറിലും വമ്പൻ ഭാഗ്യ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി മൈജി ഒരുക്കിയിരിക്കുന്നത്. ആധുനികതയുടെയും ഗുണമേന്മയുടെയും അടയാളമായി 100-ലധികം ഷോറൂമുകളുമായി ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് മേഖലയിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കായി മാറിയ മൈജി ഫ്യൂച്ചറിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് മേലെ പട്ടാമ്പിയിൽ HDFC ബാങ്കിന് സമീപം ജാഫർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സിനിമാ താരം ഹണി റോസ് മൈജി ഫ്യൂച്ചറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ഇനോഗ്രൽ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതും പട്ടാമ്പിക്കാരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു, മൈജി ഫ്യൂച്ചറിൻ്റെ ഭാഗമായിട്ട് എത്താൻ കഴിയുന്നു. ഒത്തിരി സന്തോഷം. മൈജി ആയിട്ടുള്ള ഒരു ജേർണി എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൻ്റെ ബിഗിനിങ് തൊട്ട് തുടങ്ങിയതാണ്. ഒത്തിരി വർഷമായിരുന്നു, 20ാമത്തെ വർഷമാകുന്നു. മൈജി ഏകദേശം ഏറെക്കുറെ എത്തി നിൽക്കുന്നു അല്ലേ. 38ാമത്തെ മൈജി ഫ്യൂച്ചറിന്റെ ഷോറൂമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്.
ഞങ്ങളുടെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇപ്പോൾ പട്ടാമ്പിയിൽ മനോഹരമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മൈജി ഫ്യൂച്ചറിൻ്റെ 38ാമത്തെ ഷോറൂമാണ് ഇത്. അതേപോലെ തന്നെ മൈജിയുടെ 122ാമത്തെയും. മൈജിയുമായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു അസോസിയേഷൻ എനിക്കുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാത്തരം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഹോം അപ്ലയൻസസും മൈജിയിൽ അവൈലബിൾ ആണ്. അതും ലോകത്തിലെ എല്ലാത്തരം ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് തന്നെ സർവീസ് യൂണിറ്റ് ഉണ്ട്. അതെല്ലാം വളരെ സുതാര്യമാണ്. നിങ്ങൾക്ക് തന്നെ കണ്ട് ധൈര്യപൂർവ്വം നിങ്ങളുടെ പ്രൊഡക്ട്സ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. എല്ലാവിധ ആശംസകളും നേരുന്നു മൈജിക്ക്. ഈ ഇനോഗ്രേഷൻ പ്രമാണിച്ച് എനിക്ക് തോന്നുന്നു നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. താങ്ക് യു. പ്രമുഖ ബ്രാൻഡുകളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവുമായാണ് വമ്പിച്ച വിലക്കുറവിലും മികച്ച ഓഫറുകളോടെയും മൈജി ഫ്യൂച്ചർ പട്ടാമ്പിക്കാർക്കായി തുറന്നിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും വമ്പൻ ഭാഗ്യ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി മൈജി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസണിന്റെ ഭാഗമായി 15 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നേടാനുള്ള അസുലഭ അവസരവുമാണ് മൈജി ഫ്യൂച്ചറിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഓരോ 5000 രൂപയുടെ പർച്ചേസിനും ഒപ്പം ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലികൾക്ക് 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും 5 കാറുകളും 100 ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറുകളും 100 പേർക്ക് സ്റ്റാർ റിസോർട്ടിൽ വെക്കേഷൻ ട്രിപ്പും കൂടാതെ 100 പേർക്ക് ഇന്റർനാഷണൽ ഹോളിഡേ ട്രിപ്പുമാണ് കാത്തിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വിൽക്കുന്ന നെറ്റ്വർക്കാണ് മൈജി. കമ്പനികളിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിനാൽ തന്നെ മികച്ച വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്യുവാനുള്ള സൗകര്യം മൈജിയിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഹോം തിയേറ്റർ, TV, സൗണ്ട് ബാർ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, AC, ഫാൻ, അയൺ ബോക്സ് തുടങ്ങിയ ഉപകരണങ്ങളും മിക്സി, ഓവൻ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് തുടങ്ങിയ കിച്ചൺ അപ്ലയൻസസും കൂടാതെ ഇൻവെർട്ടർ ബാറ്ററി കോംബോ, കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പ്, സെക്യൂരിറ്റി ക്യാമറ, പേഴ്സണൽ ഐറ്റംസ് തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെയും വിപുലമായ കളക്ഷനും മൈജിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ 122ാമത്തെ ഷോറൂം, 38ാമത്തെ മൈജി ഫ്യൂച്ചർ. അപ്പോൾ ഓണം ഓഫേഴ്സ് ഓൾറെഡി ഓണമാണ്. മൈജി ഓണം മാസ് ഓണം സീസൺ 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. നിറയെ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ 5 കാറുകൾ, 100 ഹോണ്ട ആക്റ്റീവ കാറുകൾ, 100 വിദേശ യാത്ര, 100 റിസോർട്ട്, 100 പേർക്കുള്ള റിസോർട്ട് സ്റ്റേ, പെർ ഡേ 1 ലാക്ക്. കേരളത്തിൽ ഒരാൾക്ക് 1 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാ പേജിലും FBയിലും നമ്മുടെ ക്യാമ്പയിലെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമേ കൂടി ഷുവർ ഷോട്ട് ഗിഫ്റ്റുകളുണ്ട്. ഓരോരുത്തരും നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകൾക്ക് ഷുവർ ഷോട്ട് ഗിഫ്റ്റുകൾ ഓണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും പുറമേ കൂടി ഇന്ന് പട്ടാമ്പിയിൽ ഓരോ 10,000 രൂപയ്ക്കും 1300 രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ 1300 രൂപ ക്യാഷ് ബാക്ക് ഓഫേഴ്സിൻ്റെ പുറമേ കൂടി കില്ലർ ഓഫറുകൾ, ഐഫോൺ മുതൽ എല്ലാ പ്രൊഡക്ട്സുകൾക്കും എല്ലാ സെഗ്മെന്റിലും, റെഫ്രിജറേറ്റർ ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും നമ്മൾ ലാപ്ടോപ്പ് ആണെങ്കിലും എല്ലാത്തിനും കില്ലർ പ്രൈസിൽ കേരളത്തിൽ നിങ്ങൾ ഇന്ന് വേറെ എങ്ങൊന്നും കിട്ടാത്ത അത്രയും വിലയിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും പട്ടാമ്പിക്കാരും പട്ടാമ്പിയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളും ഈ ഒരു അവസരം ഉപയോഗിക്കുക. നിങ്ങളെല്ലാവരും സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ മൈജിയുടെ അതിവേഗ ഫിനാൻസ് സൗകര്യവും കമ്പനി വാറണ്ടിക്ക് പുറമെ അഡീഷണൽ വാറണ്ടി, ഫിസിക്കൽ ഡാമേജുകൾക്ക് മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ, ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ, ആപ്പിൾ ഉൾപ്പെടെ എല്ലാ ഉപകരണങ്ങൾക്കും വിദഗ്ധ റിപ്പയർ നൽകുന്ന മൈജി കെയർ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും മൈജി ഫ്യൂച്ചർ നൽകുന്നുണ്ട്. ഒറ്റപ്പാലത്തെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കനിഹ വെഡ്ഡിംഗ് സെന്റർ ഓണത്തിനോടനുബന്ധിച്ച് അർഹരായവർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു.
കൂടാതെ സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റിന് 50 ഓണക്കോടികളും കൈമാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ഇ പ്രീത ഉദ്ഘാടനം നിർവഹിച്ചു. വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒറ്റപ്പാലം കനിഹ വെഡിംഗ് സെന്ററാണ് അർഹരായവർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്ത് മാതൃകയായത്. തിരഞ്ഞെടുക്കപ്പെട്ടവർ കനിഹയിലെത്തി ഓണക്കോടികൾ ഏറ്റുവാങ്ങി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ഇ പ്രീത വിതരണോദ്ഘാടനം നിർവഹിച്ചു. വെഡിംഗ് സെന്റർ ഈ ഒരു പദ്ധതി മുന്നിലോട്ട് വെച്ചത് ഒരുപാട് സന്തോഷം. കാരണം ഈ ഓണാഘോഷത്തിന്റെ ഈ സമയത്ത് നിർധനരായ 100 പേർക്ക് സാരികൾ വിതരണം ചെയ്യുന്നു, ഓണപ്പുടവ വിതരണം ചെയ്യുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷം ഉണ്ട്. അതിനോടൊപ്പം തന്നെ സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് 50 പേർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നു. ആ ഒരു പരിപാടി ഒരു മഹത്തായ ഒരു സംരംഭത്തിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഭാഗമാകാൻ സാധിച്ചത് അതിയായ സന്തോഷം. ഇതുപോലെ കനിഹ വെഡിംഗ് സെന്ററിന് ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കൂടെ ഞങ്ങളുമുണ്ട്. തുടർന്ന് മാന്നന്നൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങൾക്ക് നൽകുന്നതിനായി കനിഹ 50 ഓണക്കോടികളും കൈമാറി. ട്രസ്റ്റ് പ്രസിഡന്റ് കതിരേഷ് മാന്നന്നൂർ, കനിഹ മാനേജർ കെ മാങ്കുർഷിയിൽ നിന്നും ഓണക്കോടികൾ ഏറ്റുവാങ്ങി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൾ ലത്തീഫ്, ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് സലീം, ട്രഷറർ കെ ടി സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് എം വി മുജീബ്, സെക്രട്ടറിമാരായ സി ഹസൻ ബാവ, വി പി മുഹമ്മദ് റാഫി, യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ, ഏരിയ ലീഡർ ബാബു, നാസർ, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി നജ്മ, മറ്റ് സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു. ഈ വർഷത്തെ ഓണവും ഏറ്റവും വിലകുറവിൽ ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് കനിഹ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. വെറൈറ്റി മോഡൽ സെറ്റ് സാരികൾ, സെറ്റ് മുണ്ടുകൾ, കസവുമുണ്ട്, ധാവണികൾ, സാരികൾ, ട്രെൻഡിങ്ങും ബ്രാൻഡഡുമായ ഷർട്ടുകൾ, പാൻറ്റുകൾ, ചുരിദാറുകൾ തുടങ്ങിയ എല്ലാ വസ്ത്രങ്ങളും ഏറ്റവും വിലകുറവിൽ ഗുണമേന്മയോടുകൂടിയാണ് കനിഹ നൽകുന്നത്. രണ്ട് നിലകളിലായി സ്ത്രീ പുരുഷ വസ്ത്രങ്ങൾക്ക് പ്രത്യേക വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വസ്ത്രങ്ങളുടെ പുതിയ കളക്ഷൻ തന്നെ ഓണത്തെ വരവേൽക്കാൻ എത്തിച്ചതായി കനിഹ മാനേജർ കെ മാങ്കുർഷി പറഞ്ഞു. കനിഹ വെഡിംഗ് സെന്റർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ട്രെൻഡി ഡ്രസ്സുകളും ഓണത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റുമുണ്ട്, സെറ്റ് സാരികൾ, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ട്രെൻഡി ഡ്രസ്സുകൾ, വിലക്കുറവും ജെൻസിന് പറ്റിയിട്ടുള്ള കുട്ടികളുടെ ഷർട്ടായാലും പാൻസ് ആയാലും എല്ലാം പുതിയ ഐറ്റം നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്രാവശ്യം ഓണത്തിന് കനിഹയിൽ വന്ന് പർച്ചേസ് ചെയ്യുക. ഈ പ്രാവശ്യത്തെ ഓണം കനിഹയോടൊപ്പം ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അത്രയും നല്ല വിപുലമായിട്ടുള്ള ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് സാരിക്കായിട്ടും. അപ്പോൾ പിന്നെ ഈ ഓണത്തിന് നമ്മൾ പ്രാവശ്യം ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട്. അതിൽ 1 ലക്ഷം രൂപയാണ് സമ്മാനം. ഒന്നാം സമ്മാനമായിട്ട് 50,000-ഉം 5 പേർക്ക് 10,000 വെച്ചിട്ടും നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കനിഹയിലൊന്ന് പർച്ചേസ് ചെയ്യുക. സന്തോഷസൂചകമായി സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് കനിഹ മാനേജിംഗ് പാർട്ണറായ മുഹമ്മദ് മുസ്തഫയ്ക്കും മാനേജർ കെ മാങ്കുർഷിക്കും സ്നേഹാദരവും നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ADGP അജിത് കുമാറിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണം പ്രഹസനം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കെ മുരളീധരൻ. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ജില്ലാതല തദ്ദേശ അദാലത്ത് നടത്തി. ഓൺലൈനായി ലഭിച്ച പരാതികൾ കൂടാതെ മന്ത്രിയെ നേരിൽ കണ്ടും പരാതി നൽകിയ ആളുകൾ. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 106 ചട്ടങ്ങളിൽ 351 ഭേദഗതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് 11-അംഗ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TN ശശി സെക്രട്ടറി. PK ശശിയുടെ വിശ്വസ്തരെയും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ഫാൻസ് കമ്മിറ്റികളുടെ ബലത്തിൽ ആർക്കും പാർട്ടിയിൽ തുടരാനാവില്ലെന്ന് ജില്ലാ സെക്രട്ടറി. കരിമ്പുഴ എളമ്പലാശ്ശേരി ലഫ്റ്റനന്റ് കേണൽ ഇക്കെ നിരഞ്ജൻ സ്ക്വയർ നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമമെന്ന ആരോപണം. 8ാം വാർഡ് മെമ്പർ കെ രജിത ഏകദിന സത്യാഗ്രഹം നടത്തി. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും സ്തൂപങ്ങളും പൊളിച്ചു മാറ്റുന്നതിലാണ് തർക്കം. അത്തം പിറന്നതോടെ ഓണാഘോഷങ്ങളിലേക്ക് കടന്ന് മലയാളികൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിൽ ഓണാഘോഷങ്ങളില്ല. ഓണച്ചന്തകളും വിപണികളും അടുത്ത ദിവസങ്ങളിൽ സജീവമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.